ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മുടെ സ്വന്തം മൂത്തുമ്മാടെ ഒരു കരിമീൻ റെസിപ്പി കണ്ടിട്ട് നിങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മളതിന് 1 കിലോ കരിമീൻ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടെ കായലിൻ്റെ അടുത്താണ് നമ്മുടെ വീട്. കാരണം നല്ല ഫ്രഷ് കരിമീൻ കിട്ടും കേട്ടോ. അത് നല്ല കരിമീൻ പോയി 1 കിലോ കരിമീൻ വാങ്ങിച്ചിട്ടാ. 1 കിലോ കരിമീൻ വാങ്ങിച്ചതിന് ഇതേ മുത്തുമ്മ എടുത്തുകൊണ്ട് കൊടുത്തത്. മുത്തുമ്മ നല്ലപോലെ അത് വെട്ടി വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ നല്ല കത്രിയൊക്കെ വെച്ച് അതിൻ്റെ തലയും വാലും അതിൻ്റെ ചെകളയൊക്കെ മുറിച്ച് കളഞ്ഞ് നല്ലപോലെ വൃത്തിയാക്കണം കേട്ടോ. അത് ഈ കരിമീന് ഭയങ്കര ഉളുമ്പോണുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് പോകാൻ വേണ്ടി നല്ല ഉപ്പൊക്കെ ഇട്ട് കല്ലിൽ നല്ല തേച്ചൊരച്ച് നല്ല വൃത്തിയാക്കി ഇത് അടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമ്മളിങ്ങനെ ചട്ടിക്കകത്ത് വെള്ളത്തിൽ അങ്ങനെ കിടക്കുകയാണ്. നല്ല പൊള തിളങ്ങണ ഉണ്ടാകും. നല്ല രസമുണ്ടല്ലേ കാണാൻ. അപ്പോൾ അത് നമുക്ക് കരിമീന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കട്ടെ. ഒരു 10-20 ഉള്ളി പൊളിച്ചെടുക്കുക. ഒരു മീഡിയം സൈസിൽ ഉള്ളി പൊളിച്ചെടുക്കുക. ഒരു കഷ്ണം ഇഞ്ചി, ഒരു 4-5 പുളി, ഒരു 3-4 പച്ചമുളക്. ഇത്ര എടുത്തിട്ട് നമ്മൾ നല്ലപോലെ ചതയ്ക്കണം കേട്ടോ. നമ്മൾ ഇടിയലിൽ വെച്ചിട്ട് നല്ലപോലെ ചതയ്ക്കാട്ടോ. ചതച്ചെടുക്കണം കേട്ടോ. നല്ല ചതഞ്ഞിൽ നമ്മൾ മിക്സിക്കകത്ത് വേണമെങ്കിൽ അരയ്ക്കാട്ടോ. ഇതിപ്പോൾ ഒരു ടൈം വെറൈറ്റിക്ക് വേണ്ടി ഞങ്ങളൊന്ന് കല്ലിനകത്ത് ഇടിച്ച് ചതച്ചെടുത്താണ്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഓരോന്നായിട്ട് അടിക്കും. ഇപ്പം ഞങ്ങൾ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ ഓരോരുത്തരും ഓരോന്നാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ മൂത്തുമ്മ അവിടെ കറി റെഡിയാക്കും, ഉമ്മ അവിടെ ഉള്ളിയൊക്കെ ചതയ്ക്കണം, അമ്മായി അപ്പുറത്ത് റെഡിയാക്കാൻ വേണ്ടി പോയേക്കാണ്. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും ചേർന്നാണ് ഇന്ന് കരിമീൻ ഉണ്ടാക്കണേ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി നല്ല ഇഞ്ചിയൊക്കെ ഇട്ട് അടുത്ത് ഇഞ്ചിയാണ് ചതയ്ക്കണം കേട്ടോ. ഇഞ്ചിയൊക്കെ ചതച്ച് വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ. നല്ലപോലെ ചതയണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ കടിച്ച് കിടക്കും. അത് കഴിഞ്ഞാൽ പച്ചമുളക് ചതച്ചെടുക്കുക. അത് കീറിയിട്ടാലും മതി കേട്ടോ. നമ്മൾ കീറിയിട്ടാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതെല്ലാം കൂടെ വാരിക്ക് പെറുക്കി ഒരു പ്ലേറ്റിനകത്താക്കി വെക്കുക. എന്നിട്ട് നമ്മുടെ അതിനകത്തുള്ള ചെറിയ നീരൊക്കെ ഉണ്ടാവും. നീരൊക്കെ ഒഴിച്ച് പ്ലേറ്റിനകത്തേക്ക് നീര് ഒഴിച്ചെടുക്കുക. ആ നീര് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അതിനകത്തേക്ക് കറിവേപ്പിലയും ഒക്കെ ആഡ് ചെയ്തിട്ടോ. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചു. നമുക്കിപ്പോൾ ഉപയോഗിക്കാൻ എളുപ്പത്തിന് ഒരു നല്ല സെപ്പറേറ്റ് പ്ലേറ്റിലേക്ക് ഓരോന്നായിട്ട് മാറ്റി വെച്ചു. എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ ആവശ്യമായ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഒരു മുളക് പൊടി ഒരു 2-2.5 സ്പൂൺ വേണം കേട്ടോ. നല്ല എരിവുള്ള മുളകാണ് കേട്ടോ. അതുകൊണ്ട് 2-2 സ്പൂൺ. അത് നിങ്ങളുടെ ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച് ഇട്ടാൽ മതി. ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു 1.5 സ്പൂണ് മല്ലിപ്പൊടിയും വേണം കേട്ടോ. എത്ര പേര് മല്ലിപ്പൊടി ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ എല്ലാവരും ഞങ്ങൾ മല്ലിപ്പൊടി ഉപയോഗിക്കട്ടോ. അതായത് നമ്മൾ നല്ല ഒരു മീഡിയം സൈസിൽ ഉരുളി എടുത്ത് ഇത് നമ്മുടെ അടുപ്പിൽ വെച്ച് നല്ല അടുപ്പ് കത്തിച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 4-5 കഷ്ണം ഉലുവ എടുത്തിട്ട് ഇടുക കേട്ടോ. അത് ആ ഉലുവ അങ്ങനെ എണ്ണയ്ക്കകത്ത് ഇടണം. നല്ല പൊട്ടണ നല്ല മണമൊക്കെ വരുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ചതച്ച് വെച്ച ഉള്ളി ഉണ്ടല്ലോ, ആ ഉള്ളിനെ മച്ചാനെ എടുത്ത് അതിനകത്തേക്ക് തട്ടി കൊടുത്ത് നല്ലപോലെ ഇളക്കട്ടോ. അധികം എണ്ണ ഒഴിക്കണ്ട. അതിൻ്റെ ഒരു സീക്രട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എന്താ സീക്രട്ട്? അധികം എണ്ണ ഒഴിക്കണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനകത്തേക്ക് ഉപ്പിടണ്ട കേട്ടോ. ഉപ്പിടാണ്ട് നല്ലപോലെ അതിനെ വഴറ്റിയെടുക്കുക. ഉപ്പിട്ടാൽ ഞാൻ മുതമ്മ പറയണ എപ്പോൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിന് ടേസ്റ്റ് പോകും. അതുകൊണ്ട് ഉപ്പിടണ്ട. അത് ചെറിയ തീയിൽ ഇങ്ങനെ വാടിയെടുക്കുന്നതാണ് നല്ല ടേസ്റ്റ് എന്നാണ് എപ്പോഴും പറയുന്നത്. അപ്പോൾ മൂത്തുമ്മ ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഇപ്രാവശ്യം പറഞ്ഞു എന്നാൽ എനിക്കിത് കരിമീൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് മൂത്തുമ്മ റെഡിയാക്കി ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉള്ളി അങ്ങനെ ശരിക്കും ഇങ്ങനെ വഴഞ്ഞു വരുമ്പോഴത്തേന് അതിനകത്തേക്ക് നമ്മൾ ഈ പറഞ്ഞേക്കണ പച്ചമുളകും ഈ ചതച്ചേക്കണ ഇഞ്ചിയും അതെല്ലാം കൂടെ ഇടുക കേട്ടോ. അപ്പോൾ ഇഞ്ചിയെ പുറകിന് ഒരു കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞു തോന്നുള്ളൂ. ഇഞ്ചിനെ പുറകിന് ഇടാനുള്ള റെഡി ആയിട്ട് ഇങ്ങനെ വെച്ചേക്കാം. അപ്പം ആ മുളകിൻ്റെ ആ ഒരു ചെറിയൊരു കുത്തലും ഇതുണ്ടല്ലോ, അതങ്ങ് മരി കഴിയുമ്പോൾ ഇഞ്ചിനെ മൂപ്പിച്ചെടുക്കുക. അതിന് പുറകിന് തന്നെ നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തൊക്കെ തട്ടി നല്ലപോലെ ഇളക്കുക. അപ്പോൾ ഇളക്കി കഴിയുമ്പോൾ അതിൻ്റെ കൂടെ എന്നാന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മൂത്തുമ്മയുടെ സ്പെഷ്യൽ ടിപ്പാണ് കേട്ടോ. നമ്മൾ ഈ വെളിച്ചെണ്ണ അതിന് മുകളിൽ ഒഴിച്ചിട്ട് നല്ലപോലെ അതിങ്ങനെ നല്ലപോലെ വെളിച്ചെണ്ണ ഒഴിക്കണ്ട. നല്ലപോലെ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് ഞാൻ പൊടിയൊന്ന് മയത്തിലാകാൻ വേണ്ടി അത്രയും വെളിച്ചെണ്ണ ഒഴിക്കണം. അതും എനിക്ക് തോന്നുന്നു 1 കുപ്പി കൊത്തിയതാവുന്നത് അതിനകത്ത്. അപ്പോൾ അത് നല്ലപോലെ ആ വെളിച്ചെണ്ണയ്ക്ക് ഇത് വെള്ളം ചേർക്കാണ്ട് തന്നെ. സാധാരണ ഈ പൊടികളെല്ലാം കൂടി വെള്ളത്തിലാണ് മിക്കവരും ഇടുന്നത്. പക്ഷെ മൂത്തുമ്മ പറയണത് വെള്ളത്തിലിട്ടാൽ ഒരു പച്ചച്ചോവ ഉണ്ടാവും, അതുകൊണ്ട് അങ്ങനെ പോകില്ല. അപ്പോൾ ഈ വെളിച്ചെണ്ണയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ഇത് ചട്ടിക്കകത്ത് കിടന്ന് ഇങ്ങനെ മുഴ വിടാതിരിക്കണം. ഇപ്പോൾ കണ്ട അതിൻ്റെ കളറ് മാറിയേക്കണം. കണ്ട ആ കളറ് മാറിയേക്കണം, നല്ല രസമുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് മുത്തുമ്മ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ പൊടിയെടുത്ത പാത്രമില്ലേ, അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഈ പൊടിക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ചെറുതായിട്ട് നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അവിടെ മൂക്കൊക്കെ നല്ലതവിടെ അടഞ്ഞിരിക്കുന്നുണ്ട്, തുറന്നു കിട്ടും. ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഇത് കലക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ കളറ് നോക്കിയേ, നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഒരു 3-4 പുളിയുണ്ട്. ആ പുളി നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിനകത്തേക്ക് ഇടുക. ഇത് ആദ്യം ഇട്ട് കഴിഞ്ഞാൽ പുളി നമ്മൾ അടി പിടിക്കും. അതിനാണ് ഈ പുളി നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞ് പുളി ഇടുന്നത്. അപ്പോൾ അതിനകത്തേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കണം കേട്ടോ. അപ്പോൾ അതായത് ചെറുതായിട്ടൊന്ന് തിളയ്ക്കണം. തിളച്ച് കഴിയുമ്പോഴാണ് ഉപ്പിടണം കേട്ടോ. നമുക്ക് ഓരോരുത്തരുടെ ആവശ്യത്തിനായിട്ട് ഉപ്പിട്ടാൽ മതി കേട്ടോ. നമ്മൾ എത്രയാണെന്നുള്ളത് ഞാൻ പറയണില്ല. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് എത്രയാണെന്നുള്ളത് അത്രയും ഉപ്പിടുക. ഉത്തുമ്മ നമ്മുടെ എല്ലാവരും ഒരു കണക്കിനനുസരിച്ചുള്ളതാണ്, ഉത്തുമ്മയുടെ കണക്കനുസരിച്ചുള്ളതാണ് ഉപ്പിടുന്നത്. അപ്പോൾ കുഴമ്പ് രൂപത്തിലാക്കി ഇങ്ങനെ
ആക്കിയെടുക്കുക. അപ്പോൾ അതിൻ്റെ ആ പച്ചച്ചോവയൊക്കെ ഒന്ന് പോയിട്ടുണ്ടാവും. അതുകൊണ്ട് അത് കഴിഞ്ഞ് നമ്മൾ അതിനകത്തേക്ക് ഒരു 3/4 കപ്പ് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് നല്ലപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി നല്ല പൊടിയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഒന്ന് പിടിച്ച് എല്ലാം ഒന്ന് അടിപൊളിയായിട്ട് ശരിയാവുന്ന വരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇളക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ മൂത്തുമാറാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം വേണം, അല്ലെങ്കിൽ നമുക്ക് ചാറുണ്ടാവില്ല. നമ്മൾ 8-10 പേരുണ്ട്. അപ്പോൾ ആ 8-10 പേർക്ക് വേണ്ടാനുള്ള മീനുള്ള ചാറ് വേണമല്ലോ. അപ്പോൾ അതിനകത്ത് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് നല്ലപോലെ ഇളക്കി അതും അതിനകത്ത് കുറച്ചുകൂടെ ഉപ്പൊക്കെ ഇട്ടായിരുന്നു കേട്ടോ. ഉപ്പൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ തിളയ്ക്കാൻ വെച്ചത് കേട്ടോ. നല്ല അതിൻ്റെ കളറ് മാറി വെക്കണം കേട്ടോ. നമ്മൾ ഷാപ്പിലൊക്കെ കാണുന്ന പോലെ നല്ല ചൊവ്വാന്നിരിക്കണുണ്ട്. അപ്പോൾ ആ ചൊവ്വാന്നിരിക്കുന്ന അത് നല്ല വെട്ടി തിളച്ചൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ആ പൊടിയൊക്കെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി നല്ലപോലെ ഇളക്കി കൊടുക്കുക. നല്ല രസമുണ്ടല്ലോ കാണാനായിട്ട്. മുത്തുമാടെ കറി എല്ലാ കറികളും നല്ല ടേസ്റ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ കരിമീൻ അതുപോലെയുള്ള മീനുകൾ ഇറച്ചികളൊക്കെ നല്ലപോലെ മുത്തുമ്മ വെക്കും. 10-70 വയസ്സുണ്ട് മുത്തുമ്മക്ക്. ഞാൻ പറഞ്ഞാണ് നമുക്ക് ലൈവായിട്ട് ഈ വീഡിയോ ഇടാന്ന് പറഞ്ഞാൽ മുത്തുമ്മ പറഞ്ഞ് നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ ലൈവായിട്ട് ഇടാം. ഭയങ്കര ചമ്പലാണ്. 70-75 വയസ്സുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു നിങ്ങളുടെ അടുത്ത് തേങ്ങാപ്പാലാന്നാണ്. നമ്മളിപ്പോൾ ഒരു തേങ്ങ എടുത്തിട്ട് പൊട്ടിച്ച് ചിരുകി നമ്മളതിനെ 2 പാലാക്കി എടുക്കണം. അപ്പോൾ 1-ാം പാലും 2-ാം പാലാക്കി എടുക്കും. ഇപ്പം ചേർത്തേക്കണത് 2-ാം പാലാണ് കേട്ടോ. ഈ 2-ാം പാല് നല്ലപോലെ പിഴിഞ്ഞ് ഇടുക. മീനിട്ടിട്ടില്ല കേട്ടോ, അത് കാര്യം മറന്നു നോക്കരുത്. നമ്മൾ മീനിട്ടിട്ടില്ല. അപ്പോൾ അതിന് മുമ്പ് ഈ പാലിനകത്ത് കിടന്ന് ചാറ് നല്ലപോലെ ഒന്ന് തിളയ്ക്കണം. അതിന് ശേഷമാണ് മുത്തുമ്മ മീനെടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിത് നല്ലപോലെ തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് നമുക്ക് ചെറിയ മ്യൂസിക്കൊക്കെ ഉണ്ട്. ആ മ്യൂസിക്കൊക്കെ ഇട്ട് അങ്ങനെ ഇരിക്കാം. ഇളക്കി കൊടുക്കണം കേട്ടോ ഇടയ്ക്ക്. നമുക്ക് നല്ല ഇളക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് എല്ലായിടത്തും മിക്സ് ആവില്ല. അപ്പോൾ പുളിയപ്പോൾ നോക്കി മുത്തുമ്മ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നോക്കി. അത് പുളി പാകത്തിനാണ്. അപ്പോൾ നല്ലപോലെ ഇളക്കി തിളച്ച് പൊങ്ങുന്ന വരെ ഇളക്കി കൊടുക്കുക. റെഡി ആയില്ല. നമ്മളിപ്പോൾ ദൈവം തിളച്ച് വന്നല്ല. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ തിളക്കണണ്ട. എന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പം അതിനകത്തേക്കാണ് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച മീൻ അങ്ങോട്ട് ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കട്ടെ. ഓരോ സൈഡ് തീർത്ത് ഇടണം കേട്ടോ, ഇല്ലെങ്കിൽ ഇതിനകത്ത് കൂടെ അടിപിടി ഉണ്ടാക്കും. അതുകൊണ്ട് നമ്മൾ ഓരോന്നോരോന്നായിട്ട് സൈഡ് തീർത്ത് നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു 10 രൂപ ഉണ്ടെന്ന് തോന്നിട്ടോ അതിനകത്ത് കിടക്കണേ. ഈ ചാറ് കണ്ടപ്പോൾ തന്നെ ഇപ്പം തന്നെ വാലും വെള്ളം വന്നു തുടങ്ങി. പിന്നെ അത് മീനും കൂടെ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി കഴിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ. അപ്പം എല്ലാം പെറുക്കിയിടുക കേട്ടോ, ഓരോന്നോരോന്നായിട്ട്. ഒരു കാര്യം ചെയ്യുന്നു കേട്ടോ, ഈ മീൻ പെറുക്കിയിടുമ്പോൾ കൈ കൊണ്ടുവന്ന് അതിനകത്ത് കൊണ്ടു മുക്കി ചേർത്തിട്ടാ നല്ല പൊള്ളും കൈ. മൂത്തുമാർക്ക് നല്ല പരിചയം കേട്ടാ. തീർന്നില്ല, ഇത് കുറെ ഉണ്ടല്ലോ. ഇത് അത് കഴിഞ്ഞ് തവി കൊണ്ട് അതിനെയൊക്കെ യഥാ സ്ഥാനത്ത് അതിനെ പിടിച്ചിരുത്തേട്ടോ. ഓരോരുത്തർക്കും ഓരോ സ്ഥാനം ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഓരോ സ്ഥലത്തേക്ക് ഓരോന്നിനെ പിടിച്ചു വെച്ചേക്കേട്ടാ. അപ്പം അതിനകത്ത് കുറേ ചാറൊക്കെ കോരി അതിന് മുകളിൽ കൂടെ കുഴിച്ച് മുങ്ങിക്കിടക്കാത്തതിനൊക്കെ പിടിച്ച് മുക്കിയിടണം കേട്ടോ. അപ്പോൾ അടുത്ത് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. ഈ കരിമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം തിളയ്ക്കേണ്ടാത്ത മീനാണ്. അപ്പോഴാണ് ഇതേ മുത്തുമ്മയുടെ 2-ാമത് പറയണേ. അതിനകത്ത് ആ 1-ാം പാല് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടില്ലേ, അതിനെ ഇതിനകത്തേക്ക് തട്ടിക്കൊടുക്കും കേട്ടോ. തട്ടിക്കൊടുത്ത് ചെറുതായിട്ട് ഇളക്കിയാൽ കേട്ടോ, അധികം നേരം ഇളക്കരുത് കേട്ടോ. അപ്പം അങ്ങനെ ഇളക്കി കൊടുത്ത് നമ്മൾ തിളയ്ക്കാൻ വെച്ചേക്കാണ്. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ കൊമ്മള പൊട്ടി തുടങ്ങി. വയറിൽ നമ്മുടെ വിശപ്പം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സമയം കണ്ട് 1-1:30 ആയി. മുത്തുമ്മ ഇനിയിപ്പോൾ എല്ലാത്തിനകത്ത് ചാറൊക്കെ ഒന്ന് റെഡിയാക്കുകയാണ്. അതെ, ഉപ്പ് നോക്കാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അടുത്ത ആൾ ഉപ്പ് നോക്കാൻ റെഡിയായിട്ട് അടുത്ത് നിൽപ്പുണ്ട് കേട്ടോ. എടുത്തിട്ട് പോയി ഉപ്പ് നോക്കാൻ. ഇതിനെങ്ങനെ ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടാം കേട്ടോ. ടേസ്റ്റർ കറക്റ്റാണെന്ന് പറഞ്ഞിട്ടാ. നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഈ ഒരൊറ്റ തളയിൽ തന്നെ മീൻ വേഗം. കാര്യം എന്ന് വെച്ചാൽ അധികം വേവില്ലാത്തതാണ് ഈ കരിമീൻ എന്ന് പറയുന്ന സാധനം. അപ്പം അങ്ങനെ തിളച്ച് അങ്ങനെ കിടക്കണം. നമ്മുടെ അളിയച്ചാറ് വാഴയില വെട്ടാൻ പോയിട്ടുണ്ട് കേട്ടാ.
അങ്ങനെ നമ്മൾ ഫൈനലായിട്ട് മീൻ ഇറക്കി വെച്ച് കഴിഞ്ഞപ്പോഴാണ് അതിന് ഉപ്പും പുളിയും ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ അതിനകത്ത് നമുക്കൊരു മീൻ എടുത്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അത് എങ്ങനെയാണ് വെന്ത് കളറൊക്കെ എങ്ങനെ ഉണ്ടെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അതായത് ഉണ്ടാവും ഇതാണ് ഇത് ശരിക്കും പറഞ്ഞാൽ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ തന്നെ നല്ല പോലെ പുളി ഇറങ്ങി നല്ല അടിപൊളി സെറ്റാവും. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് മൊത്തം അത് അച്ചിങ്ങ ഉണ്ടാക്കിയിട്ടുണ്ട്, ചോറുണ്ട്, പപ്പടമുണ്ട്, അച്ചാറുണ്ട്. പപ്പടം കൊണ്ടാണ് പപ്പടം ഇരിക്കുന്നുണ്ട്, അച്ചാറുണ്ട്. അപ്പോൾ നമ്മളിത് കഴിക്കണ വീഡിയോ നിങ്ങളെ കാണിക്കണല്ലോ കേട്ടോ, നിങ്ങളെ കൊതിപ്പിക്കണം. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചു നോക്കി എങ്ങനെയുണ്ട് എല്ലാവരും ഒന്ന് അഭിപ്രായം പറയണം കേട്ടോ. എങ്ങനെയുണ്ട് നമ്മളിത് മീൻകറി എങ്ങനെയുണ്ട് മുത്തുമ്മയുടെ കഴിച്ചതുണ്ട്. അതായത് നമ്മൾ ഇലയിലേക്കെല്ലാം എടുത്തിട്ടുണ്ട്. നല്ല കളറല്ലേ, കാണാൻ നല്ല ചോവാന്നിരിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റും അതുപോലെ തന്നെയാണ്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇതൊക്കെ കഴിച്ച് നമ്മൾ 1 മണിക്കൂർ വിശ്രമിക്കുമ്പോൾ നിങ്ങൾ ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.